ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദം അനുകരിച്ച് VT ബലറാമിനെ ഒരാൾ ഞെട്ടിച്ചു. ഈ വ്യക്തി ആരാണെന്ന് നമ്മൾ അന്വേഷിച്ചു. അയാളെ നമ്മൾ കണ്ടെത്തി. 24 വാർത്താ സംഘം അയാളുടെ പിന്നാലെ കൂടി. നിലമ്പൂർ ചന്തക്കുന്നിലെ BA ഹോട്ടൽ ഉടമ ബാബു ആണ് ഈ കലാകാരൻ. ബാപ്പുട്ടി അല്ലാതെ വേറെ നേതാവില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്നുള്ളത് ബലരാമനും അറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ ബലരാം, ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി, വേറൊന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ശരി മോനെ. ഈ ദൃശ്യത്തിൽ കാണുന്ന ആളെ തിരഞ്ഞുള്ള ഓട്ടത്തിലായിരുന്നു ഞങ്ങൾ. ഒടുവിൽ ഞങ്ങൾ ആളെ കണ്ടെത്തി. നിലമ്പൂർ ചന്തക്കുന്നിൽ BA ഹോട്ടൽ എന്ന ഒരു ഹോട്ടൽ നടത്തുന്ന ബാബുക്കായാണത്. ഇപ്പോൾ ഈ ബാബുക്കായുടെ ഹോട്ടലിലാണ് നമ്മളുള്ളത്. ബാബുക്ക നല്ല തിരക്കിലാണ്. ബാബുക്ക, എന്താ, എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? ഉഷാറാണ്, ഭയങ്കര ആവേശാണ്. നല്ല സ്ഥാനാർത്ഥികളാണ്, സൂപ്പർ സ്ഥാനാർത്ഥികളാണ്. എല്ലാരും ഒന്നിനൊന്നും മെച്ചം, നല്ല കട്ടക്ക്. ഇന്നലെ ഈ മനോഹരമായിട്ട് ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദം അനുകരിക്കുന്നത് കണ്ടു. എങ്ങനെയാണത്? അത് കലാപരമായിട്ട് ചെറിയൊരു കഴിവൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ്. എത്ര കാലം ഇങ്ങനെ ഈ ശബ്ദം അനുകരിക്കാനൊക്കെ ശീലിച്ചിട്ട്? സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ ശേഷം തന്നെ അങ്ങനെ ഓരോ ചെറുതായിട്ടൊക്കെ ചെയ്ത് ശീലിച്ചു വന്നു. വളരെ സത്യമായിട്ട് പറയുമ്പോ, ഇലക്ഷൻ എന്ന് പറയുമ്പോ ഈ കാലഘട്ടത്തിൽ നിലമ്പൂർ നിവാസികൾ കാണാൻ പോകുന്ന ഏറ്റവും ആവേശകരമായ ഒരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ സത്യമാണ് കേട്ടോ. സ്ഥാനാർത്ഥി നിർണയത്തിലായാലും വളരെ മൃഗീയമായ ഭൂരിപക്ഷം എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഇലക്ഷന്റെ റിസൾട്ടും വളരെ മൃഗീയമായിരിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആര് തോറ്റാലും അവർക്കത് മൃഗീയത തന്നെ ആയിരിക്കും കേട്ടോ. മോന്റെ പേരെന്താ? എന്റെ പേര് റാഫി. ഇക്ക, ആര്യാടൻ മുഹമ്മദ് അല്ലാതെ മറ്റ് ശബ്ദങ്ങൾ ആരെങ്കിലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ, ഹൗ ആർ യു? നിങ്ങൾ എന്റെ സമർത്ഥനായ ഒരു അസിസ്റ്റന്റ് ആണ്. പക്ഷെ ആ സാമർത്ഥ്യം എന്നോട് കാണിക്കുന്നത് അപകടമാണെന്ന് നീ നിന്റെ അനുഭവത്തിലൂടെ പഠിച്ചു. നാണമില്ലേടാ നിനക്ക്? നമ്മളെ തുടരുമെന്ന ചിത്രത്തിലെ വില്ലന്റെ ചെയ്തോട്ടെ. 36 വർഷമാണ് ബെൻസേ ഞാൻ പോലീസിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു റിഗ്രറ്റുമില്ലടാ. ജോർസാർ എന്നാടാ, നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെ നിന്റെ മുമ്പിൽ ജോർസാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ, നീ ജോർസാറിന് ഇനി ഒരുപാട് അറിയാനുണ്ടെനിയാ. ചായ കുടിയുടെ ഒപ്പം ഒരു എന്റർടൈൻമെന്റ് നടക്കും ബാബുക്കാട് കടയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലേ? ഞങ്ങളൊക്കെ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ അങ്ങോട്ട് വരും. രാവിലെ അങ്ങോട്ട് വന്നാൽ ബാബുവിനൊന്നും കാണാതെ നമുക്ക് പോകാൻ കഴിയൂല. ബാബുക്കാടെ ശബ്ദവും കേൾക്കാം, നല്ല ചായയും കുടിക്കാം. അങ്ങനെ മൊത്തത്തിൽ ഒന്ന് ആസ്വദിച്ച് തന്നെ ഈ നിലമ്പൂരിൽ ചന്തക്കുന്നിലെ BA ഹോട്ടലിൽ നിന്ന് മടങ്ങാം. നമ്മളെന്തായാലും ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ സ്വാദിക്കൊപ്പം റാഫിഗിരി, 24 നിലമ്പൂർ. എന്തായാലും ഹോട്ടൽ ഉടമ ആള് കിടിലുവാ. ഇനിയിപ്പോ BA ഹോട്ടല് ആൾക്കാർ കയറുന്ന കൂടും. ബാബു കിടിലം. അപ്പൊ എന്നെ അനുകരിക്കാനുള്ള ആളിനെ കിട്ടുന്നതാണ്. ഡൽഹിയിൽ നിന്നോട്ട് ബിന്ദുപ്പിന്നായിരിക്കും. ഇനിയിപ്പോ അതാ വേണ്ടേ.